വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് കോൺ സൂപ്പാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം വേവിച്ച് വെച്ച സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്രയാണോ കോൺ എടുക്കുന്നത് അതിന്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമേ സൂപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ കോൺ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത സ്വീറ്റ് കോണും പിന്നെ സ്വീറ്റ് കോൺ വേവിച്ച വെള്ളവും ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്വീറ്റ് കോൺ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കോണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്രഷ് ചെയ്യുന്ന സമയത്ത്, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം സൂപ്പ് കുടിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു രസമല്ലേ. അങ്ങനെ ആ കോണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആണ് വേണ്ടത്. നമ്മുടെ ഈ സൂപ്പിന് ചെറിയൊരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വീറ്റ് കോൺ സൂപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവറിന്റെ മിക്സ് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ പാകമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ സൂപ്പ് എത്തും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോ സൂപ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഈ സൂപ്പിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മുട്ട ഇതിൽ ചേർക്കുകയോ മുട്ട അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മുട്ട അധികം കട്ട കെട്ടാതെ തന്നെ ഇളക്കിയെടുക്കണം. പിന്നെ ഈ ഒരു കോൺ സൂപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, ബ്രൊക്കോലി അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ തന്നെ സൂപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.